അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ്, ഒരു പ്രതികരണത്തിലേക്കാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്നതിന് ശേഷമുള്ള സേനകളുടെ വാർത്താസമ്മേളനത്തിലാവട്ടെ, പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താസമ്മേളനത്തിലൊക്കെ ആകട്ടെ, നമ്മുടെ രാജ്യം സ്ഥിരീകരിച്ചിരുന്ന ഒന്നായിരുന്നു ഈ പാകിസ്ഥാന്റെ നൂർഖാൻ വ്യോമതാവളം നമ്മൾ ആക്രമിച്ചു എന്നുള്ളത്. അതിലിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൂടി ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്ന്. സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാന് തന്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫാണ്. 10-ാം തീയതി പുലർച്ചെ 2:30 നൂർഖാൻ വ്യോമതാവളത്തിലും മറ്റ് ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അടച്ച അട്ടാരി വാഗ അതിർത്തി തുറന്നിരിക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി 8 ട്രക്കുകൾ ഇന്ത്യയിലേക്ക് എത്തി. 23 ദിവസത്തിനു ശേഷം അതിർത്തി തുറന്നു നൽകിയത് പ്രത്യേക അനുമതി പ്രകാരമാണ്. ഗൗതമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഇന്ത്യ, നമ്മുടെ രാജ്യം ഇക്കാര്യമൊക്കെ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൂടി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത്. എങ്ങനെയായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ? അതിൽ നിന്നും തുടങ്ങാൻ നമുക്കാദ്യം. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ റാവൽപിണ്ടി ആക്രമിച്ചു എന്നുള്ള സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ ദേശീയ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകളുമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകകരമായ കാര്യം ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയാണ് എന്ന കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ നൽകിയ പ്രഹരത്തിൽ മിസൈലുകൾ പാകിസ്ഥാനിൽ പതിച്ചിരുന്നു എന്നും എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു വിവരം. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ഭാഗമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ, പാകിസ്ഥാൻ സൈനികരെ ഷഹബാസ് ഷെരീഫ് കണ്ടിരുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകരമായ കാര്യം ഇന്ത്യക്ക് മേൽ ഡ്രോൺ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണ ശ്രമങ്ങളും ഒക്കെ പാകിസ്ഥാൻ നടത്തുന്നത് പുലർച്ചെയായിട്ടുള്ള സമയത്തായിരുന്നു. നമുക്കറിയാം, ആ ദിവസത്തെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. പുലർച്ചെയായിരുന്നു ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും ഉൾപ്പെടെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ നേതൃത്വം നൽകിയത്. എന്നാൽ ആ സമയത്ത് തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരുന്നു എന്നതിനെ വ്യക്തമാക്കുകയാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പുലർച്ചെയാണ് കരസേനാ മേധാവി തന്നെ വിളിച്ച് ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാൻ്റെ പ്രതിരോധം കടന്ന് പാകിസ്ഥാനിൽ പതിച്ചിരിക്കുന്നുവെന്നും നൂർഖാൻ ഉൾപ്പെടെയുള്ള റാവൽപിണ്ടിയിലെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് തന്നെ വിളിച്ച് അറിയിച്ചിരുന്നുവെന്നും അത് പുലർച്ചെ 2:30 സംഭവിച്ചതെന്നുമാണ് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകരമായ കാര്യവും അതാണ്. റാവൽപിണ്ടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാക് പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുന്നു. എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ആ ഒരു സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ ശക്തി എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ്, അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, റാവൽപിണ്ടിയിൽ നിന്ന് പാകിസ്ഥാൻ സൈനിക താവളമൊക്കെ മാറ്റാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അങ്ങനത്തെ വാർത്തകളൊക്കെ വന്നിരുന്നു. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഗൗതം, അതിനൊപ്പം തന്നെ മറ്റൊന്ന്, ഈ അട്ടാരി വാഗ അതിർത്തി തുറന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു ഈ 100-ലധികം വാഹനങ്ങളൊക്കെ ലാഹോറിനും ഈ വാഗയ്ക്കുമൊക്കെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അതിർത്തി തുറന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഈ വാഹനങ്ങൾ മാത്രം ചരക്ക് മാത്രം കടത്തിവിടാനാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി നൽകാം? ഇത് നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സുമായി വന്ന ലോറികളാണ് അതുവഴി കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം താലിബാൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുനഃപരിശോധന നടത്താമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ട്രക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സുമായി വന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ട്രക്കുകൾ അട്ടാരി അതിർത്തി വഴി കടത്തിവിട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രക്കുകളോ അല്ലെങ്കിൽ അട്ടാരി വാഗ അതിർത്തി വഴി സാധാരണ നിലയിൽ നടന്നിട്ടുള്ള ചരക്ക് നീക്കമോ വാഹന ഗതാഗതമോ ഒന്നും ഇപ്പോൾ നടന്നിട്ടില്ല. നിലവിൽ നടന്നിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചരക്ക് ലോറികൾ കടത്തിവിട്ടിരിക്കുന്നു. അത് പക്ഷേ വരും ദിവസങ്ങളിൽ അട്ടാരി വാഗ അതിർത്തി തുടർന്ന് മറ്റ് നേരത്തെ സൈദ് സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ട്രക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു അന്താരാഷ്ട്ര അതിർത്തിയാണ്. അതിലൂടെ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ നടക്കേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്ക്
എങ്ങോട്ടേക്ക് പോകുന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും അത്തരം ഗതാഗതം കൂടി തുറന്നു നൽകുക. നിലവിൽ അഫ്ഗാനുമായി നടത്തിയ താലിബാൻ വിദേശകാര്യ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അഫ്ഗാനിലെ ലോറികൾ കടത്തിവിടാൻ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് സിന്ധു നദിയിലെ കനാലുകൾ നവീകരിക്കുന്ന നടപടികളിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട്. കശ്മീരിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സേതു. ഓക്കെ ഗൗതം, വ്യക്തമാണ്. അങ്ങനെ പാകിസ്ഥാന്റെ റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചു എന്നത് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ ഗൗതം അമറകുച്ചം.